അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെക്കിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. അതായത് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ബെസ്റ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ചെക്കിൻ്റെ. അതായത് എല്ലായിടത്തും കണക്ട് ചെയ്ത് ട്രെയിനും ബസ്സും ട്രാമും എല്ലാം ഉള്ളതാണ് നമ്മളിവിടെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് സംഭവം പരിചയപ്പെടുത്താം. അതായത് ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും എങ്ങനെ കയറണം. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം. PID എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് വളരെ ഈസി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇതുപോലത്തുള്ള സംഭവം എന്താ പറയുക, ഒരു ഇതുണ്ടാവും, ഓഫീസ് കാര്യമുണ്ടാവും, അവിടെ നിന്ന് എടുക്കാം. അത് നമുക്ക് അതായത് മണിക്കൂർ ബേസിന് എടുക്കാം. ഒരു മണിക്കൂറിനുള്ള ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ ഡേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. അതൊരു എങ്ങനെയാണോ നമ്മളിവിടെ നിൽക്കുന്നത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. മന്ത്ലി പാസ് അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തായിട്ടുണ്ടെങ്കിൽ ഒരു ട്രാം സ്റ്റേഷൻ ഏരിയയിലായാലും അതുപോലെ ഇതിൻ്റെ അകത്തൊന്നും അതുപോലെ ചെറിയ ഇൻറ്റിമേഷൻ ഉണ്ടാവും ടിക്കറ്റ് എടുക്കാനുള്ള. അവിടെ നിന്നായിരുന്നു നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കാരണം എടുത്ത് ഈ ഓഫീസിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് പോകണം, അവിടുത്തെ എന്താ പറയുക വഴി കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ പോവാം. അതിനേക്കാളും ഈസി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സ്ഥലത്ത് നമുക്ക് അങ്ങോട്ട് പോകുന്ന ബസ് ട്രാം എല്ലാം കാണിച്ചാൽ മതി. IDS എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അതുപോലെ തന്നെ ട്രാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ട്രാം ഏത് ട്രാമാണ് എവിടേക്കൊക്കെ പോകണമെന്നുള്ളതൊക്കെ അത് നോക്കാനായിട്ട് പബ് ട്രാം എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് നമുക്ക് ഈ രണ്ട് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പോകുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു. അപ്പോൾ നമ്മൾ ട്രാം സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുകയാണ്. ട്രാം സ്റ്റേഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഒരു പോസ്റ്റ് ആയിരിക്കും നമുക്ക് ട്രാം സ്റ്റേഷനാണെന്ന് കാണിക്കാൻ വേണ്ടി സംഭവം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏത് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അത് അവിടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതും അതിൻ്റെ സമയവും സൈഡിലായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഏതാണോ നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ ഏതാണോ അത് എൻ്റെ ലൈൻ ഇട്ടിട്ട് താഴോട്ടുള്ളതിലാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ പോസ്റ്റിൻ്റെ താഴേക്കും. അല്ല ഇനി ഈ ലൈനിൻ്റെ മുകളിലേക്ക് ഉള്ളതിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇവിടെ നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഏത് ഓരോ ട്രാമിൻ്റെ ടൈമും അതിൻ്റെ നമ്പറും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ട്രാം എടുത്ത് യൂസ് ചെയ്യുക. ഇനി അഥവാ ഇപ്പോൾ മെട്രോണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ എന്താ പറയുക മെട്രോണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു സിമ്പിളായും കാണിക്കുക. അതായത് നമ്മളിപ്പോൾ നിൽക്കേണ്ട താഴെ കൂട്ടിയാണ് മെട്രോ. അതായത് ഇവിടെ ചെക്ക് മെയിനായിട്ട് അണ്ടർഗ്രൗണ്ട് മെട്രോണ് ഉള്ളത്. അത് നമുക്ക് ഇവിടെ നമ്മൾ പ്രാഗിൽ 3 ലൈനുള്ളത് A, B, C. അങ്ങനെ ഓരോ ലൈനും ഓരോ കളറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഏരിയക്ക് പോണതുമാണ്.